പള്ളികളുടെ വരാന്തകളിലും പള്ളിപ്പടികളിലും ഇരുന്ന് പള്ളിപ്പടി എന്ന് പ്രശസ്തി ആർജിച്ച ഒരു മഹാൻ, പള്ളിപ്പടി അഹമ്മദ് കുട്ടി മുസ്ലിയാർ മഹാനവറുകളുടെ ആണ്ടിൻ്റെ മാസവും ദിവസവുമാണ്. ഒരു ഫാത്തിഹ ഓതി തുടങ്ങാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. മഹാന്മാരെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാൻ ചാനൽ ആദ്യമായി കാണുന്നവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലിങ്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യുക. കേരളത്തിൻ്റെ വാണിജ്യ നഗരമായ മെട്രോ സിറ്റി കൊച്ചിയുടെ ഹൃദയഭാഗത്ത് പാലാരിവട്ടത്ത് നിന്നും 3 കിലോമീറ്റർ സഞ്ചരിച്ചാൽ എത്തുന്ന പൊന്നുരുന്തി ജുമാ മസ്ജിദിൻ്റെ മുറ്റത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനരായ പള്ളിപ്പടി അഹമ്മദ് കുട്ടി മുസ്ലിയാർ 16-ാം വയസ്സിൽ തന്നെ ഖുർആൻ ഹൃദിസ്ഥമാക്കുകയും അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. പിന്നീട് വിദ്യ തേടി മലബാറിൻ്റെ മക്കയായ മഖ്ദൂമമാരുടെ കേന്ദ്രത്തിലേക്ക് ഇൽമു പഠിക്കാൻ പുറപ്പെട്ടു. പഠനകാലത്ത് തന്നെ വളരെ കറാമത്തുകളും അതേപ്രകാരം തന്നെ ജിന്നുകൾക്ക് ദറസെടുക്കുകയും ചെയ്ത സംഭവങ്ങൾ ഇന്നും ജീവിച്ചിരിക്കുന്ന നാട്ടുകാർ പറയും. പഠന കാലയളവിൽ വീട്ടിൽ വരുമ്പോൾ വീടിൻ്റെ സമീപത്തുള്ള ആൾതാമസമില്ലാത്ത സർപ്പക്കാടുകളിലേക്ക് പോകുന്നതും വരുന്നതും നിത്യസംഭവമായിരുന്നു. ഒരു ദിവസം മകൻ്റെ ഈ പോക്ക് നിരീക്ഷിക്കാൻ പിതാവ് കാണുന്നത് കൂരാകൂരിരുട്ടിൽ മകൻ പ്രവേശിക്കുമ്പോൾ പരിസരമാകെ പ്രകാശമാകുന്നതായിട്ടാണ്. അത് ജിന്നുകളുമായുള്ള സമ്പർക്കമാണെന്ന് പിന്നീട് മനസ്സിലാക്കി. ജീവിതകാലത്തും വഫാത്തിനു ശേഷവും സമകാലികരായ വലിയ വലിയ മഹത്തുക്കള് കണിയാപുരം അബ്ദുർ റസാഖ് മസ്താൻ, മാടവന ഉപ്പാപ്പ, ഇടപ്പള്ളി ഉസ്താദ് പോലെയുള്ള മഹാനവറുകളെ നിത്യസന്ദർശകരായിരുന്നു. ആത്മീയ തേജസ്സുകൾ പണ്ഡിത ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് തന്നെ മഹാനവറുകൾ സൂഫി സരണികളിലെ വലിയ പടവുകൾ കയറിയിരുന്നു. താജുൽ ഉലമ മഹാനവറുകൾ പ്രസംഗിക്കുന്നത് കേട്ടു. പള്ളിപ്പടി മസ്താൻ വലിയ മഹാനാണ്, എന്നെ ദർസി മേഖലയിലേക്ക് പറഞ്ഞയച്ചത് മഹാനവറുകളാണ്. ജീവിത കാലഘട്ടത്തിൽ എറണാകുളത്തും മറ്റു മാർക്കറ്റുകളിലും കടകളിലുമായി കൊണ്ട് മഹാനവറുകൾ നടന്നു പോകുമ്പോൾ വലിയ വലിയ വ്യാപാരികൾ മഹാനവറുകൾ ആ കടയിലേക്കൊന്ന് കയറിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരുന്നു. നടന്നു പോകുന്ന വഴികളിൽ മുഴുവനും മുല്ലപ്പൂവിൻ്റെ ഗന്ധം വീശുമായിരുന്നു. മഹാനവറുകളുടെ ആണ്ടിനോടനുബന്ധിച്ച് പള്ളിപ്പടിയിലും മറ്റുള്ള സ്ഥലങ്ങളിലും ഒരുപാട് പേർക്ക് ജാതി മതി ഭേദമന്യേ ആളുകൾ അവിടെ വന്നുകൊണ്ടിരിക്കുന്നു, നിത്യസന്ദർശകരാണ്. അവരുടെ ആവലാദികളും വേവലാദികളും അവിടെ പറഞ്ഞു ആത്മനിർവൃതി അടഞ്ഞ് ആളുകൾ പിരിഞ്ഞു പോകുന്നത് കാണാം. ഉറൂസിനോടനുബന്ധിച്ച് അനേകായിരം ആളുകൾക്ക് ഭക്ഷണ വിതരണം നടത്തുന്നു. ഈ വർഷത്തെ ഉറൂസിനോടനുബന്ധിച്ച് അവിടുത്തെ നാട്ടുകാർ പറയുന്നത് 30,000 കിലോയുടെ നെയ്ച്ചോറ് വെച്ച് വിതരണം ചെയ്തു. എന്നിട്ടും തികയാത്ത അവസ്ഥയാണ് ഉണ്ടാകുന്നത്. മഹാനവറുകളുടെ പേരിൽ അവിടെ ഒരുപാട് സ്വാന്തന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നു. എല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. മഹാനവറുകളോടൊത്ത് സ്വർഗത്തിൽ കടക്കാൻ അള്ളാഹു നമുക്ക് കാരണം നൽകുമാറാവട്ടെ.